നമ്മുടെ വ്ളോഗുകൾ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചേച്ചിമാരും അനിയത്തിമാരും അനിയന്മാരും കൂട്ടുകാരും ഒക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ഈ ചെയ്ത പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യം വരാറില്ലേ, ശ്രീ ബോറടിക്കാറില്ലേ എന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് ചില പരിപാടികൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ ഈ പെയിൻ്റ് അടി, അതുപോലെ തന്നെ ഒതുക്കി വെക്കുക, വീടിൻ്റെ ചുറ്റൊക്കെ ഒന്ന് അടക്കി പറക്കിയിടുക, ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ ഒന്ന് അടിപൊളി ഒരു വ്ളോഗിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോവാണ്. എല്ലാവർക്കും നമ്മുടെ ഡേ ടു ക്ലീനിങ് പരിപാടിയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസം മുന്നേ അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ടത് കൊണ്ട് തന്നെ അടുക്കളയിലേക്ക് കയറാനായിട്ടൊരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു കേട്ടോ. തലേദിവസം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ദോശമാവ് അവിടെ ഇങ്ങനെ പുളിച്ച് പൊന്തി വന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ കിച്ചണിൻ്റെ 2 ജനലിലേക്കും ഈ ഒരു ബ്ലൈൻഡ് കർട്ടൻ ഉണ്ട്, പക്ഷേ അത് ബ്ലൈൻഡ്സ് ഉണ്ട്, പക്ഷേ ഞാനത് ഉപയോഗിക്കാറില്ല. ഈ ഇടയാണ് ഞാനത് ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു ക്ലീൻ ഫീല് തോന്നാറുണ്ട് കേട്ടോ. ഞാൻ നോക്കിയാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ദോശമാവ് പൊന്തി വന്നിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിലും എന്ത് വലിയ സന്തോഷം നമുക്ക് ഉണ്ടാവാറുള്ളത് അല്ലേ. നമുക്ക് എന്തൊക്കെ വലിയ കാര്യം സാധിച്ചൊരു ഫീലാണ്. അപ്പോൾ കാലത്ത് എണീറ്റ് നമ്മുടെ ദിവസം സ്റ്റാർട്ട് ചെയ്താലോ. പുതിയ വ്ളോഗിലേക്ക് എല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീയാണ് കേട്ടോ. കാലത്ത് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അതുപോലെ തന്നെ എന്നും ചേട്ടന്മാർക്ക് ഫുഡ് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ദിവസം മുഴുവൻ സ്റ്റാർട്ട് ചെയ്യാറ്. മിക്ക ദിവസങ്ങളും അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒടുക്കത്തെ തിരക്ക് വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിച്ച് ചേട്ടന്മാർക്ക് കൊടുക്കാറുണ്ട് കേട്ടോ, വല്ലപ്പോഴും ഒക്കെ. പക്ഷേ അവർക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഞാൻ ഉണ്ടാക്കുന്നതെന്നല്ല, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കാനാണ് താല്പര്യം. ഒരു ചമ്മന്തി ആയാലും മതിരി മോളെ എന്ന് പറയാറുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ദിവസത്തെ റിക്വസ്റ്റിന് ശേഷം ഞാൻ അവർക്ക് ചമ്മന്തി കൂട്ടി കഞ്ഞിക്ക് പകരം നമ്മുടെ അടിപൊളി ഇഡലിയും ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഇഡലി മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നപ്പോഴേ കുറച്ചധികം കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടന്മാർക്ക് ഒരു ദിവസം ദോശ, ഒരു ദിവസം ഇഡലി എന്നുള്ള രീതിയിൽ പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഉപ്പിട്ടിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ദോശമാവ് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ദോശമാവല്ല, ഇഡലി ബാറ്ററിന് വലിയ കളറില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പുഴുക്കല്ലേരും കൂടി ചേർത്തിട്ട്, പിന്നെ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ പച്ചരി ഉണ്ടല്ലോ അതിന് വലിയ കളറില്ല, പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ നമ്മുടെ ഇഡലി. അങ്ങനെ ഇഡലി കോരി ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഒന്നുമില്ലടാ, നമ്മൾ ഇഡലി ബാറ്റർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉഴുന്ന്, ഒരു 2 കപ്പോളം ഉഴുന്നെടുക്കും, ഒരു 4 കപ്പോളം അരി എടുക്കും, പിന്നെ അതിൽ കുറച്ച് ഉലുവ ഇടും, പിന്നെ കുറച്ച് ചോറിടും. പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് പൊന്തി വരണം എന്നുണ്ടെങ്കിലേ നമ്മുടെ ഈസ്റ്റ് ഇട്ടാൽ മതി എന്ന് ഡെൽസിയാൻ്റെ ഒരു വട്ടനോട് പറഞ്ഞു തന്നായിരുന്നു. പക്ഷെ ഞാൻ ഈസ്റ്റ് ഇട്ടേണ്ടി ഒന്നും വന്നില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനൊന്നും ആവശ്യം വന്നില്ല. നമ്മുടെ അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് കപ്പലണ്ടി ഇട്ടിട്ടുള്ള ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പോകുന്ന വഴിക്ക്, അതായത് നാളികേരം പൊതിച്ച് വരുന്ന വഴിക്ക് എല്ലാവരും പറയും ശ്രീയാണ് ഏറ്റവും അധികം നാളികേരം എന്ന് പറയുന്ന ആളെന്ന്. ഞാൻ തേങ്ങ ഉപയോഗിക്കുന്നത്, നമ്മുടെ നാട്ടിൽ തേങ്ങ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങര മൂട്, അതൊരു കൊളോക്കിയൽ ഭാഷയാണ്. അതിങ്ങനെ നമ്മൾ ദേഷ്യം വരുമ്പോൾ പറയുന്നത്. അതുകാരണം നമ്മൾ കൂടുതലും നാളികേരം എന്നാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാനൊരു വേപ്പിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ചോട്ട് വന്നിട്ടുണ്ട്. ഒരു തണ്ട് കഴിഞ്ഞ ദിവസം തീയിട്ടപ്പോഴേ വേപ്പിൻ്റെ ഒരു തണ്ട് അങ്ങോട്ട് ഉണങ്ങിയാൽ പോയി. അതിൻ്റെ അടിയിൽ കൊണ്ട് മൂട്ടിൽ കൊണ്ട് തീയിട്ടു. അപ്പോൾ അതങ്ങോട്ട് ഉണങ്ങിപ്പോയി. അപ്പോൾ അതാണ് ഒടിച്ചുകൊണ്ട് വന്നത്. അങ്ങനെ നമ്മൾ നാളികേരം, നമ്മുടെ കുഞ്ഞുള്ളി കുറച്ച് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. പിന്നെ പച്ചമുളക്, നമ്മുടെ നാടൻ പച്ചമുളക് പൊട്ടിക്കാൻ പോണ്ട തിരക്കിൽ കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സാമ്പാർ മുളകും വേപ്പിൻ്റെ ഇലയും കുറച്ച് ഉപ്പും കല്ലുപ്പും ഇട്ടിട്ടാണ് അടിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അടിഞ്ഞു കിട്ടും കേട്ടോ. എന്നിട്ട് കുറച്ച് കപ്പലണ്ടി പച്ചക്കപ്പലണ്ടി ഇടണ്ട കേട്ടോ, ഒരു പച്ച കുത്ത് വരും. നമ്മൾ നമ്മൾ വറുത്ത കപ്പലണ്ടി ഇല്ലേ അതിടുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമ്മൾ അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടാ. ഇത് നമുക്ക് കടലപ്പരിപ്പില്ലേ, നമ്മുടെ പൊട്ടുകടല എന്ന് പറയും നമ്മുടെ നാട്ടിൽ, അതുകൊണ്ട് ഇട്ടാലും അടിപൊളിയായിട്ട് കിട്ടും. നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നല്ല എന്താ പറയുക, പഞ്ഞി പോലത്തെ ഇഡ്ഡലിയില്ലേ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചേട്ടന്മാർക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോഴേ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ എനിക്ക് ആ സന്തോഷം ഇടയ്ക്കിടയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റാറുള്ളൂ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഓണമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കൊളാബും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം ഇന്നലെയാണ് ഒരു താളിയുടെ വീഡിയോ ഇട്ടത്. അപ്പോൾ അവർ പറഞ്ഞു, കുറേ ആൾക്കാർ കുറേ കമൻറ്റ് പറഞ്ഞു കേട്ടോ, ശ്രീ അതൊന്നും പ്രൊമോട്ട് ചെയ്യണ്ട എന്നുള്ളത്. ആക്ച്വലി നമ്മൾ അതുമായി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, ആ ഒരു കമ്പനിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, അത് നമ്മൾ ഒരുപാട് വട്ടം ഉപയോഗിച്ചിട്ട് എനിക്ക് പൊതുവെ സ്കാൽപ്പിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിങ് വരും എനിക്ക്. പക്ഷേ ആ താളി ഉപയോഗിച്ചപ്പോൾ ഒരുപാട് ഗുണമായിട്ടോ, എനിക്ക് ഇച്ചിങ് ഒന്നും വന്നില്ല. മുടിയൊക്കെ നല്ല സോഫ്റ്റ് ആവുന്നുണ്ട്. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇട്ടത്. ഉപയോഗിച്ചിട്ട് എനിക്ക് വെറുത്താന്ന് തോന്നിയ പ്രൊഡക്റ്റുകൾ മാത്രമാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യാറുള്ളൂ. കുറച്ച് നാൾ മുന്നേ നമുക്ക് ഇങ്ങനെ പ്രൊഡക്റ്റുകളൊക്കെ വരുമ്പോൾ ഞാനത് ഇടാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ പരിപാടിയെ നിർത്തിയിട്ടോ. എനിക്ക് തോന്നുന്നത്, കാരണം എന്നെ വിശ്വസിച്ചിട്ടല്ലേ നിങ്ങളത് മേടിച്ച് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുകയാണ് അത് നല്ലതാണെന്ന് തോന്നുന്ന പ്രൊഡക്റ്റുകൾ മാത്രമാണ് നമ്മളിപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ നമ്മുടെ ചാനലിൽ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കൂടുതലും
നമ്മുടെ ഷോർട്സുകൾ വരുന്നത് കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളോ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ്. അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് മേടിക്കാം. ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ എനിക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നതാണ് ഇടുന്നുള്ളൂ, അല്ലാതെ എല്ലാ പ്രൊഡക്റ്റുകളും കയറി നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല കേട്ടോ. അത് എനിക്കൊന്ന് പറയണമെന്ന് തോന്നി നിങ്ങളുടെ അടുത്ത്. കാരണം എനിക്ക് എൻ്റെ ഫാമിലി, എൻ്റെ വീട്ടിലത്തെ ഓരോരുത്തരും പോലെയാണ് നിങ്ങൾ ഓരോരുത്തരും, അനിയത്തിമാരും അനിയന്മാരും ഒക്കെ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചേട്ടന്മാർക്ക് കാലത്തെ കഞ്ഞിക്ക് പകരം ഇന്ന് ഇഡ്ഡലിയും ചമ്മന്തിയും കൊടുത്തു. പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു, അത് കൊടുത്തു. ഇന്നലത്തെ സാമ്പാറായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് അധികം ഉണ്ടായിരുന്നു, അത് കൊടുത്തു. പിന്നെ എനിക്ക് ചമ്മന്തി കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ കിച്ചണിൻ്റെ ഒരു മൂലയിൽ ഒരു കസാര ഇട്ടിട്ടുണ്ട്. ഞാൻ അവിടെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കാറുള്ളത് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ പരിപാടികളൊക്കെ കഴിച്ച് ആ കാലത്ത് ആ ഒരു ഗഡുബടൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചപ്പോഴാണ് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നത്. അച്ഛൻ്റെ ഇവിടെ ഒരു കുട്ടി പണിയുണ്ട്, അപ്പം അതിൻ്റെ കാരണത്താൽ അച്ഛൻ വന്നതാട്ടാ. പുതിയ കട കുറച്ചും കൂടി നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ അവിടേക്ക് നമ്മൾ മരമാണ് താഴെ അടിക്കുന്നത്. അപ്പോൾ ആ മരം ഇപ്പോൾ ഷെഡ് പൊളിച്ചെടുക്കുക. ചേച്ചിയുടെ വീട് പണിയുടെ പരിപാടികളും അതുപോലെ തന്നെ വൃത്തിയാക്കലൊക്കെ ആയ കാരണം കൊണ്ട് അച്ഛനിപ്പോൾ നല്ല തിരക്കാണ്. എൻ്റെ അടുത്ത് വന്നാലും പണി തന്നെയാണ്, ചേച്ചിയുടെ അടുത്ത് വന്നാലും പണി തന്നെയാണ്. അച്ഛൻ എപ്പോഴും പറയും ആരോഗ്യമുള്ളിടത്തോളം കാലമൊക്കെ ഇങ്ങനെ എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തി അങ്ങനെ ജീവിച്ചു പോകണം എന്നാണ് അവരുടെ രണ്ടാളുടെ ആഗ്രഹം എന്ന് പറയാറുണ്ട് കേട്ടോ. അമ്മയായാലും എപ്പോഴും കടയിലല്ലേ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, അച്ഛനോട് ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴേ ഇവരുള്ളിടത്തോളം കാലമാണ് നമ്മുടെ ഭൂമിയിലത്തെ സ്വർഗ്ഗം എന്ന്. അങ്ങനെ ഇതാ പോകുന്നതാണ് നമ്മുടെ രമേശേട്ടൻ എന്ന് പറയുന്നത്. രമേശേട്ടൻ മരുന്ന് തെളിക്കാൻ പോവാണ് കേട്ടോ. ആ കാണുന്ന കുറ്റിയിലാണ് അന്ന് ഞാൻ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ കിടനാശിനി അടിച്ച് നമ്മുടെ മറ്റേ സംഭവം മുഴുവൻ കളഞ്ഞില്ലേടാ ആ ഒരു കുറ്റി. അപ്പോൾ അതിലിത് രമേശേട്ടൻ പോയിട്ട് നമ്മുടെ പടവലത്തോട്ടത്തിലെ പടവലങ്ങൾക്കൊക്കെ ഈച്ച കുത്താണ് അത്ര. അപ്പോൾ അവർ മരുന്ന് തെളിക്കാൻ പോവാണ്, ഈച്ചയ്ക്കുള്ള മരുന്ന് തെളിക്കാൻ പോവാണ് കേട്ടോ. അത് ജൈവമായിട്ട് എന്തോ സംഭവമാണ് തെളിക്കുന്നത്, സ്യൂഡോമോണാസ് സംതിങ് അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണ് തെളിക്കാറുള്ളത് കേട്ടോ. കാരണം നമ്മളും കൂടി ഇത് കഴിക്കുന്ന കാരണം പിന്നെ നമ്മൾ ജൈവമായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മുടെ കടയിൽ കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ജൈവമായിട്ടുള്ള എന്തോ ഇങ്ങനെ ഹോർമോൺ സംഭവങ്ങളാണ് നമ്മൾ തെളിക്കുക. അത് ഇതിൻ്റെ ഉള്ളിൽ 2 തുള്ളി ഒറ്റിച്ച് വെള്ളത്തിൽ കലക്കി നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ കുറേയൊക്കെ പോവും, കുറേയൊക്കെ കിട്ടും, പക്ഷെ അത് പണിയാണ്. പുഴു കുത്തുന്നു. പപ്പക്കായ ചെത്തി പകുതി തീവ്രം ആലോചിച്ചത് ഞാൻ ഷൂട്ട് ചെയ്തായിരുന്നല്ലോ ദൈവം. അങ്ങനെ ഞാൻ പപ്പക്കായയുടെ ചെത്തിന്റെ പകുതി കണ്ടതാ, ഇവിടെ ഒക്കെ പഴുത്തു. ഞാൻ വിചാരിച്ചു വേറെ ഒന്നും പൊട്ടിക്കാൻ പോണോ അതോ ഇത് തന്നെ ചെയ്യണോ ഒരു ഇതിലാണ്. അപ്പോൾ നമ്മൾ പപ്പക്കായ പൊട്ടിച്ചുകൊണ്ട് വന്നപ്പോൾ പപ്പക്കായ പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ ഈ കാണുന്ന പപ്പ മരത്തമ്മതാണ് നമ്മൾ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഈ പപ്പമരം ഒടിഞ്ഞ് വീണതായിരുന്നു നല്ല കാറ്റുള്ള സമയത്ത്. പിന്നെ വീണ്ടും അത് പൊടിച്ച് വന്നിട്ട് അതുമ്പോൾ നിറച്ച് പപ്പക്കായ ഉണ്ടായിട്ടോ. എനിക്കിത് ചേച്ചി നമ്മുടെ നാത്തൂൻ ചേച്ചി ഇല്ലേ, ചേച്ചി തന്നതാണ്. ചേച്ചി അവിടെ നിന്ന് റെഡ് ലേഡിയുടെ വിത്ത് പാവിട്ട് ചേച്ചി എനിക്ക് കൊണ്ടുവന്നത്. അപ്പോൾ വീണ്ടും അതും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മൾ ചാറുകറിക്ക് വെക്കുന്നത് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. പപ്പക്കായ ഇച്ചിരി ഇല പഴുത്തിട്ടുള്ളൂ, കുഴപ്പമില്ല. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ബീഫല്ലേ നമ്മൾ നന്നാക്കിയത്, ബീഫ് നമുക്ക് ഇന്ന് ഇത്തിരി ഉരുളൻകിഴങ്ങ് ഇട്ടിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അതും അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് മോരും കൂടി സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ സംഭവം പൊളിയാ, ഉച്ചയ്ക്കുള്ളത് സെറ്റാവും. സന്തുഷ്ടനായ അദ്ദേഹം കുന്തിയെ സമാധാനിപ്പിച്ചു. ഇവളിൽ നിന്റെ പുത്രൻ അവനേക്കാൾ കരുത്തനായ ഒരു പുത്രൻ ജനിക്കും. ഭാഗ്യനെ ഇടിയിറച്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല എന്താ പറയുക, ഇങ്ങനെ ഞോള പോലത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്ത ചിക്കൻ അല്ലല്ലോടാ ബീഫ് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഇടിയിറച്ചി വെച്ചൊരു മോനെന്ന് ചോദിച്ചിട്ട് അങ്ങനെ നമ്മൾ അതിന് ഞാൻ കുറച്ച് എടുത്തിട്ട് ചേട്ടന്മാർക്ക് സെറ്റാക്കുകയാണ്. നോൺ വെജ് എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ ഒരുപാട് കറികൾ വേണ്ട, അല്ലെങ്കിൽ ഉപ്പേരി വേണം, പിന്നെ ചമ്മന്തി വേണം, അച്ചാർ വേണം, മുട്ട പൊരിച്ചത് വേണം, മീൻ വറുത്തത് വേണം. ഇത് ഈ വക പരിപാടികളൊന്നും ഇല്ല കേട്ടോ. ഇത് മാത്രം കൊടുത്താലും അവർ ഹാപ്പിയാണ്. പിന്നെ നമുക്കങ്ങനെ ഡിമാൻഡുകളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ ബീഫ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഗരം മസാലയും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അത്രയ്ക്കുള്ള പരിപാടിയുള്ളൂ. പിന്നെ ഞാൻ അതിൽ ഉരുളൻകിഴങ്ങാണ് ഇട്ട് ആക്കാൻ പോകുന്നത് കേട്ടോ. ഉരുളൻകിഴങ്ങ് ഇട്ടിട്ട് നമ്മൾ കായിടില്ല, അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങനെ ഇടും. പിന്നെ നമ്മുടെ ഈ എന്താ പറയുക പപ്പക്കായ അല്ല, ഈ പപ്പക്കായ ഇതിനെ നമ്മൾ എന്താ പറയുക
ചോപ്പർ കൂട്ടണിലാണ് അടിച്ചെടുക്കുന്നത്. നമ്മുടെ പ്രീതിയുടെ മിക്സർ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ നമ്മുടെ ആ പ്രോസസ്സറില്ല അതിൽ അടിച്ചാലും അടിപൊളിയായിട്ട് വരും കേട്ടോ. എന്നിട്ട് നമ്മൾ അതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബീഫിലേക്കുള്ള കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും സവോളയും പച്ചമുളകും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചോപ്പർ കൂട്ടണിൽ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കടുക് പൊട്ടിച്ച് അതിൽ വറ്റൽമുളക് ഇട്ട് പിന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ചെറുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി ചോപ്പർ കൂട്ടണിലിട്ട് അടിച്ച് അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ ഈ എന്താ പറയുക ഈ പപ്പക്കായ എന്ന് പറയുമ്പോഴേ എനിക്ക് നമ്മുടെ അച്ഛൻ ഓർമ്മ വരുന്നത്. പപ്പായ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിച്ച് ഫൈനലി നമ്മൾ കുറച്ച് നാളികേരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോരൻ റെഡി. നല്ല ഇഷ്ടമാണ് കേട്ടോ പപ്പക്കായ. ഇവിടെ എല്ലാവർക്കും പപ്പക്കായ കഴിച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരില്ല. നമ്മുടെ വീട്ടിൽ ഒരുപാട് പപ്പക്കായ ഉള്ളതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ ഒരു പപ്പക്കായ നമ്മളെല്ലാവരും ചെത്തി കഴിക്കും. ഇങ്ങനെ ഇത്തിരി ചെനച്ച മോഡില്ലേ അതിലുള്ളത് കേട്ടോ. അപ്പോൾ അത് അടിപൊളിയാണ്. നിങ്ങൾക്ക് പപ്പക്കായ കിട്ടുന്നുണ്ടെങ്കിൽ കഴിച്ചോളൂ. ഇത് വയറിന് അടിപൊളിയാണ്. നമുക്ക് ശോധന ഉണ്ടാവും. തൂക്കിക്കൊല്ലുന്നത് കാണിക്കില്ല, പക്ഷെ സദയ സിനിമയിൽ മോഹൻലാലിനെ തൂക്കിക്കൊല്ലുന്നത് കാണിക്കും. അതൊക്കെ കണ്ടിരിക്കേണ്ട സിനിമകളാണ് അങ്ങനെയാണ്. ശ്രീകുട്ടൻ കറണ്ട് പോയപ്പോൾ ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. കറണ്ട് പോകുമ്പോഴാണ് ആൾ ഞാനായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നത്. കാരണം അപ്പോൾ ടി വി കാണാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ല, പിള്ളേർക്ക് ടി വി കാണിച്ചു കൊടുക്കുന്നതേ അവർ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതിനൊരു കാരണമാവുന്നു എനിക്ക് ഈ ഇടയ്ക്കാണ് മനസ്സിലാക്കിയത്. കാരണം ഈ ടി വി ഇല്ലാത്ത സമയത്തൊക്കെ അവൻ്റെ കൂടെ അങ്ങനെ വന്ന് നിന്നിട്ട് കഥയൊക്കെ പറയും. ഇപ്പോൾ മോഹൻലാൽ മരിക്കണ ഏതൊരു സിനിമ കണ്ടത്രേ, അപ്പോൾ അതിൻ്റെ വിശേഷം വന്ന് നിന്ന് പറയുകയാണ് എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു സദയായിരിക്കും അല്ലെങ്കിൽ ചിത്രമായിരിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് ഉരുളൻകിഴങ്ങ് അവൻ നന്നാക്കി തന്ന ഉരുളൻകിഴങ്ങ് ഇട്ടിട്ട് ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരൊറ്റ വിസിൽ മതി കേട്ടോ. പിന്നെ അതേ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അതൊക്കെ നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്ത് വെളിച്ചെണ്ണയിലിട്ട് വഴട്ടി അതിൻ്റെ ഉള്ളിൽ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, കുരുമുളക് പൊടി, പിന്നെ നമുക്ക് വേണ്ട പൊടികൾ, ഗരം മസാല, ഇത്തരം പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് അത് വഴട്ടിയെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ എന്താണ് മറ്റേ സാധനം ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി നമ്മുടെ ബീഫ് റെഡി ആയിട്ടോ. കായിട്ട് ബീഫ് വെക്കലാണ് നമ്മുടെ ഇവിടെ പൊതുവായിട്ടുള്ള കാര്യം. പക്ഷെ കായ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. നല്ല മൂത്ത മൊത്തം കൊലയായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പം അതിൻ്റെ ഉള്ളിൽ 1-2 പറിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊലയുടെ ഭംഗി അങ്ങോട്ട് പോവും. അത് കാരണം ഞാനൊന്ന് ഉരുളക്കിഴങ്ങ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവിടെ പിന്നെ എങ്ങനെയായാലും നമ്മുടെ ചേട്ടന്മാർക്ക് അത് കഴിക്കുമ്പോൾ ഒരു രുചി ഉണ്ടായാൽ മതി. ഒരു വെറൈറ്റി എന്നും നമ്മൾ ഒരേ രീതിയിലല്ല വെക്കുന്നത്. അപ്പം അതിൽ നിന്നൊരു വെറൈറ്റി ആയിക്കോട്ടെടി മോളെ എന്ന് പറഞ്ഞിട്ട് അവരും എനിക്ക് അപ്രൂവൽ തന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നല്ലോ, നമ്മുടെ കട കുറച്ചും കൂടി വിപുലീകരിച്ച് പണിയുന്നതിൻ്റെ ഭാഗമായിട്ടേ ഇവിടെ നിന്ന് കുറച്ച് മരങ്ങളാണ് നമ്മൾ അടിയിലിടുന്നത്. അപ്പോൾ ആ മരങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ അത് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ സെറ്റാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് മരമൊക്കെ വന്ന് വണ്ടിയിലൊക്കെ കയറ്റിക്കൊണ്ട് പോയി. അപ്പോൾ ചേട്ടന്മാർ നമ്മുടെ മൂവാണ്ടൻ്റെ അവിടെ ആ ഒരു കെട്ടുണ്ടല്ലോ അവിടെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ അതെന്താ ശ്രീ അകത്ത് കൊടുക്കാത്തതെന്ന്. അകത്ത് അവർ കയറിയില്ല, അവരെ കാലുമയൊക്കെ നിറച്ച് അഴുക്കാണെന്ന് പറഞ്ഞിട്ട് അവർ കയറാറേ ഇല്ല. നമ്മൾ ഇനി പിന്നെ എടുത്തുകൊണ്ട് പോയി വെക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അവർ അവിടെ ഇരിക്കുന്നതാണ് അവർക്ക് കംഫർട്ടബിൾ. അപ്പോൾ അവരവിടെ ഇരിക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ആ ഒരു തിണ്ട് കെട്ടിയത്. പക്ഷെ ആ തിണ്ടുമ്പോൾ നിറയെ അഴുക്കായി, അതുമ്മേ മഴ വന്ന് പൂപ്പൊലൊക്കെ പിടിച്ചു. അപ്പോൾ എനിക്ക് അവരവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഒരു സങ്കടം പോലെ തോന്നി. അപ്പം ഞാൻ അതിനൊന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചതാ നമ്മുടെ ബാക്കി പരിപാടികളും കൂടി സെറ്റാക്കാണ് കേട്ടോ. അപ്പോഴേക്കും മീൻകാരൻ ചേട്ടൻ ഇബ്രാഹിം കുട്ടിയൊക്കെ വന്നു. അപ്പോൾ ഈ കരയിൽ നിന്ന് കുറച്ച് വെളൂരി മീൻ മേടിച്ചു. അത് കുറച്ച് നന്നാക്കി വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വൈകുന്നേരം നമുക്ക് കറികളൊന്നും ഉണ്ടാവില്ല. ചേട്ടന്മാർ ഉച്ചയ്ക്ക് കറികളൊക്കെ കഴിച്ചു വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറെ കറികളൊക്കെ വൈകുന്നേരത്തേക്ക് വീണ്ടും വെക്കുകയാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ. അപ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യം നമ്മുടെ ഇടിയിറച്ചിയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഇടിയിറച്ചിക്ക് വേണ്ടിയിട്ടുള്ളത് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് ഇതാ ഒന്ന് വേവിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പിട്ടിട്ട് നമ്മുടെ മീനും ഒന്ന് തിരുമ്മിക്കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കിച്ചണിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ബീഫ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഭാഗ്യം ഇടിയിറച്ചി ഉണ്ടാക്കി കൊടുക്കണം അത്ര. അപ്പോൾ ഭാഗ്യം ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞു. സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിക്കുള്ളൂ. ഞാൻ ചെയ്താലും അതൊരു സമാധാനം ഉണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കഴിഞ്ഞിട്ട് പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൂവാണ്ട നിൽക്കുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് പെയിൻ്റ് അടിക്കാൻ പോവാണ് കേട്ടോ. അച്ഛൻ അവിടെ വൃത്തിയാക്കാനായിട്ട് മുറ്റമൊക്കെ ആകെ വൃത്തികേടായിട്ട് നിൽക്കണം. പുല്ലൊക്കെ വന്ന് ആകെ മഴയല്ലായിരുന്നു. അത് കാരണം നമ്മളങ്ങനെ വലിയ മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുല്ലൊക്കെ ഒന്ന് പറിച്ച് കളയണം.
പിന്നെ ഒക്കെ ഒന്ന് സെറ്റാക്കണം. ഓരോരോ ഭാഗങ്ങളായിട്ട് വീടിൻ്റെ ഓരോരോ ഭാഗങ്ങളാക്കിയിട്ട് സെറ്റാക്കി കൊണ്ടുവരാനുള്ള പ്ലാനിലാണ്. ഇപ്പോഴാണ് നിങ്ങളോടൊന്ന് വർത്താനം പറയാനായിട്ട് സമയം കിട്ടിയത്. അപ്പോൾ സുഹൃത്തുക്കളെ, ചേട്ടന്മാരെ, ചേച്ചിമാരെ, അനിയന്മാരെ, അനിയത്തിമാരെ, കൂട്ടുകാരെ, നമ്മളിനി നമ്മുടെ പഴയ പരിപാടി ഉണ്ടല്ലോ, പെയിൻ്റ് അടി പരിപാടി, അതിലേക്ക് കടക്കാൻ പോവുകയാണ്. കുറച്ച് പെയിൻ്റൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ട് കുറേ നാളെ മേടിച്ചുകൊണ്ട് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് ആ ഒരു പരിപാടിയിലേക്ക് കിടക്കാം. വാഷിംഗ് മെഷീനിൽ ഇട്ട തുണി സെറ്റായി തോന്നുന്നു. അപ്പോൾ ഞാൻ അതൊന്നും എടുത്തിട്ട് അച്ഛൻ ഞാൻ വരുമ്പോഴേക്കും ബാക്കി പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുറ്റം ആകെ വൃത്തികേടായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. മഴയായ കാരണം കൊണ്ട് നമുക്ക് അടിച്ചു വാരാനോ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വേറെ കുറച്ച് ആവശ്യങ്ങളുടെ ഭാഗമായിട്ട് കാലത്ത് പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരിക. അപ്പോൾ എനിക്ക് ഈ മുറ്റടിക്കണ പരിപാടി അത്രയ്ക്ക് അങ്ങോട്ട് പറ്റണില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മുറ്റം എന്നും അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒട്ടും പുല്ല് വരില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന പുല്ല് പറിച്ച് കളഞ്ഞാൽ മതി എന്ന് പറയും. നമ്മുടെ ഇളാമ അങ്ങനെയാണ്, കാണുന്ന പുല്ലൊക്കെ അടിച്ച് കളഞ്ഞ് അടിപൊളിയാക്കിയിട്ട് മുറ്റിടും. അപ്പോൾ ഇളാമേനൊക്കെ കണ്ടിട്ട് കുറേ ദിവസമായി എന്നുള്ള കമൻറ്റ് വന്നായിരുന്നു. ഇന്ന് ഇളാമ വന്നായിരുന്നൂടാ, പക്ഷെ എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. ഇളാമ എൻ്റെ ചെടി കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. ഇളാമയുടെ അവിടെ ചേട്ടൻ്റെ മോൻ്റെ ചേട്ടൻ ജിത്തുവേട്ടൻ വീടൊക്കെ വെച്ചിട്ടുണ്ട് അത്ര. അപ്പോൾ അവർക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ട് ചെടികളൊക്കെ മാറ്റി നടുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ ഇളാമ എൻ്റെ അടുത്തുനിന്ന് കുറച്ച് ചെടികളൊക്കെ കൊണ്ടുപോയി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മീൻ വെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദാ ഇവിടെ വൃത്തിയാക്കുക എന്നുള്ളതാണ്. അന്ന് കൊണ്ടുവന്ന നമ്മുടെ ചവിട്ടി ഉണ്ടല്ലോ, അതും മുഴുവൻ ഇതുമ്മ കയറ്റി വെച്ചിട്ടേ ഈ ഭാഗ്യന് അങ്ങനെയാ, എവിടെന്നെങ്കിലുമൊക്കെ ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും വീടിൻ്റെ മുക്കിലിടും. പിന്നെ അത് അവിടെ കിടക്കും. ചിലപ്പോൾ ഞാനത് മാറ്റിയിടാൻ സമയം കാണില്ല, പിന്നെ അത് അവിടെ കിടന്നിട്ട് വൃത്തിയാണ്. ഭാഗ്യനെ കുറ്റം അപ്പോഴേക്കും അവൾ ഭാഗ്യനെ കുറ്റം പറഞ്ഞു തന്നു. കുറ്റം പറഞ്ഞതല്ല കേട്ടോ, ഞാൻ ഭാഗ്യൻ്റെ ഒരു സ്വഭാവം പറഞ്ഞതാണ്. അങ്ങനെ അത് അവിടെ ഇട്ടുണ്ടായിരുന്നു കുറച്ച്. അത് ഞാൻ എല്ലാം കൂടി വാരിക്കൂട്ടി നമ്മുടെ അർബാനയിലാക്കി. അർബാന ഓപ്പറേറ്ററായിട്ട് ഇനി നമ്മുടെ കിളികൂടിൻ്റെ ഉള്ളിലേക്ക് തള്ളാന്നാണ് വിചാരിച്ചത്. ഇവിടെ ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റുകളൊക്കെ പോകുന്നത് തൊട്ടപ്പുറത്ത് നമ്മുടെ വിറക് വരി ഉണ്ടല്ലോ അവിടേക്കാണ്. അപ്പോൾ ഇത് കണ്ടോ ആകെ ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കണത്. അപ്പം നമുക്ക് ഇത് മറ്റേ ഈ ഒരു പൂപ്പലൊക്കെ ഒന്ന് ഉരച്ച് കളഞ്ഞിട്ട് ഇതൊന്ന് വൃത്തിയാക്കിയിട്ടിടാം. ആ ചവിട്ടി അവിടെ കിടന്ന കാരണം കൊണ്ട് അതുമ്പോൾ നിറച്ച് ഞാഞ്ഞൂള് പോലത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ശ്രീകുട്ടൻ വന്നിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശ്രീകുട്ടനും എനിക്ക് പെയിൻ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. പക്ഷേ ഇന്ന് അവരെൻ്റെ സ്ഥാനം തട്ടിയെടുത്തു. ശ്രീകുട്ടനും പപ്പയും കൂടിയിട്ടാണ് പെയിൻറ്റ് മൊത്തം അടിച്ച് അടിപൊളിയാക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഉരച്ചൊക്കെ കൊടുത്തു. പിന്നെ ഈ പൂപ്പൽ ഇരുന്നിട്ടുണ്ടെങ്കിലേ പൂപ്പൽ പിന്നെ പൊളിഞ്ഞു പോകുമ്പോൾ നമ്മുടെ പെയിനും അതോടൊപ്പം തന്നെ പൊളിഞ്ഞു പോകും. എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ, ശ്രീ പെയിന്റ് എങ്ങനെയാണ് മേടിക്കണമെന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ പെയിന്റ് കടയിൽ പോവാ, നമ്മുടെ ആവശ്യം പറയാം, അപ്പോൾ ആ ചേട്ടന്മാർ നമുക്ക് തരും. അപ്പോൾ അവർ ചോദിക്കും ഇത് മഴ കൊള്ളുന്നിടത്താണോ അല്ലെങ്കിൽ എങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ അവർ നമ്മൾ ചോദിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെതായ രീതിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് പെയിന്റ് തരും. അങ്ങനെയാണ് നമ്മൾ പെയിന്റ് മേടിക്കാറുള്ളത്. ഞാൻ നമ്മുടെ ഇവിടുത്തെ പെയിന്റ് കടയിലത്തെ ചേട്ടന്മാർക്ക് പെയിന്റ് മേടിക്കാൻ വന്ന് അവർക്ക് തന്നെ നല്ല പരിചയമാണ്. അങ്ങനെ നമ്മൾ ഇവിടെ ഏകദേശം നല്ല രീതിയിൽ നമ്മുടെ പൂപ്പലൊക്കെ കളഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അച്ഛനാണ് പൂപ്പലൊക്കെ കളഞ്ഞ ആൾ. അച്ഛൻ ഇതുപോലത്തെ ഇങ്ങനെ ഈ കുറ്റു പരിപാടികളില്ലേ, ഇങ്ങനെ ഉരച്ച് നിൽക്കുക, അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് ആർക്കും ഇഷ്ടപ്പെടാത്ത പണികളില്ലേ, അത് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ അതിങ്ങനെ നല്ല ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ഈ ഉരച്ച് കളയുന്ന ഞാനാണെങ്കിൽ അത് മൊത്തത്തിലൊന്ന് ചൂലുകൊണ്ട് ഒന്ന് തട്ടി കളഞ്ഞിട്ട് പെയിൻ്റ് അടിച്ച് വിട്ടാനെ. അച്ഛനുള്ള കാരണം കൊണ്ടാണ് പൂപ്പലൊക്കെ ഉരച്ച് കളഞ്ഞ് വൃത്തിയാക്കിയത്. അങ്ങനെ ശ്രീകുട്ടനും കൂടെ കൂടി. പിള്ളേർക്ക് ഇങ്ങനെ കൂടെ കൂട്ടുമ്പോഴേ നമ്മൾ വിചാരിക്കും ഇത് ചെറിയ കാര്യമല്ലേന്ന്, പക്ഷെ വലിയ കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ടല്ലേ. നമ്മൾ ചെറുപ്പത്തിൽ ചെയ്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇപ്പോൾ ഓർക്കുമ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ട് നമ്മൾ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടല്ലേ എന്നൊരു തോന്നൽ വരാറില്ലേ. അതുപോലെ തന്നെ മക്കളെയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിലേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വലിയ വലിയ ഓർമ്മകളായിട്ട് അവരെ മനസ്സിൽ അങ്ങനെ അങ്ങോട്ട് നിൽക്കും. ഇത് ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഈ കളർ പെയിൻ്റാണ് അടിക്കാൻ പോകുന്നത്. ശ്രീകുട്ടനോട് ഞാൻ പറഞ്ഞു പെയിൻറ്റ് മേത്താവും പോയി ഷർട്ട് ഇട്ടിട്ട് പാടാന്ന്. ഈ ഷർട്ട് ഇടാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ. ശ്രീകുട്ടനും അതെ ഭാഗ്യനും അതെ. വീട്ടിൽ പുറത്തേക്ക് പോകുമ്പോൾ പിന്നെ പറ്റില്ലല്ലോ. പറ്റുന്നുണ്ടെങ്കിൽ അവർ മറ്റേ വേസ്റ്റ് കൊടുത്ത് പോയേനെ. ഇതിപ്പോൾ നമ്മുടെ കാലഘട്ടം അതല്ലാത്ത കാരണം കൊണ്ടാണ്. അവർക്ക് നന്നായിട്ട് വായു കിടക്കണം അത്രേ. അങ്ങനെ നമ്മൾ ഈ ഒരു ലൈറ്റ് ബ്ലൂ അങ്ങനെ ചെറിയൊരു വയലറ്റ് ഷെയ്ഡൊക്കെ കലർന്ന ഈ ഒരു പെയിൻ്റ് ഉണ്ടല്ലോ, ഇതാണ് മൊത്തത്തിൽ നമ്മൾ അടിച്ചു കൊടുക്കാൻ പോകുന്നത്. വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ അടിക്കുന്നത്. അതെന്താ അത് തെറ്റായിരിക്കുള്ളൂ എന്നല്ല, അത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട പോലും. അമ്മ ചെയ്യുമ്പോഴും വരും. അപ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ, അത് കുറച്ചും കൂടി ഒന്ന് ആലോചിച്ചും പിടിച്ചും ചെയ്യാം. അത് കലക്കി മറിക്കും അങ്ങനെ ആക്കണമെങ്കിൽ. നോക്കട്ടെ അമ്മ ഏതാ കളർ വരുന്നേന്ന്. കളർ ബ്ലൂ.
അപ്പോൾ അത് മൊത്തം ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. മൊത്തം ഇങ്ങനെ അടിച്ച് കൊടുക്കുമ്പോൾ ഒരു ഒരു ബ്ലൂ ഷെയ്ഡല്ല ശരിക്കും അങ്ങോട്ട് വരുന്നത്, വേറൊരു പ്രത്യേക ഷെയ്ഡിലേക്കാണ് വരുന്നത്. പിന്നെ കുറച്ച് നാൾ മുന്നേ നമ്മളിവിടെ കെട്ടുന്നതും അതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ ചുറ്റും പുല്ലിടുന്നതും ഒക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അന്ന് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പിന്നേക്കും മഴ വന്നപ്പോഴേക്കും മനസ്സിലായി പിന്നെ അത് ചെയ്തിട്ട് കാര്യമില്ല. മഴയത്ത് പിന്നെ നിർത്താണ്ടുള്ള മഴയല്ലായിരുന്നു, മഴ എന്തൊക്കെ വിനയ വിതച്ചിട്ട് പോയല്ലേ. ഇവിടേക്ക് എന്തുവാ? ആ pocket ഒന്ന് കുറച്ച് ചീറ്റടി. ബ്രഷ് തിന്നാണെന്ന് അത്ര. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തോരം വലിയൊരു ഹാപ്പിനെസ്സാണ് ഫീൽ ചെയ്യണമല്ലേ. ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, എല്ലാവരും വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഒന്നും ചെയ്യാനില്ല ശ്രീ, ബോറടിക്കുക എന്ന് പറയാം. നമ്മുടെ ചുറ്റും ഇങ്ങനെ കണ്ണോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. പക്ഷെ ആ ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവണമെന്ന് മാത്രം. അപ്പോൾ തന്നെ ജീവിതം കുറേയൊക്കെ ഹാപ്പി ആവൂടാ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാൻ അവിടം വരെ ഒരേ ഒരു പെയിന്റ് കൊണ്ട് അങ്ങനെ ഇതാ പെയിൻ്റ് അടിച്ച് ഏകദേശം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി വീടിൻ്റെ മുറ്റം കൂടി ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ സെറ്റാവും. ഞാനിവിടെ കുറച്ച് പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടാക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞു തുടങ്ങിയിട്ട് കുറേ നാളായില്ലേ. ഈ പറയൽ മാത്രമേ ഉള്ളൂ, അങ്ങോട്ട് സെറ്റാവണില്ലേ. എന്ത് ചെയ്തിട്ട് ഒരു മെനയാവണില്ലല്ലോ സജി എന്ന് പറഞ്ഞ പോലെയാണ് മുറ്റത്തിൻ്റെ കാര്യം. എന്ത് ചെയ്തിട്ട് ഇവിടെ സെറ്റാവണില്ല. എന്ന് ഞാൻ പറയാറില്ലേ, നമുക്കൊരു മുറ്റത്ത് ഇങ്ങനെ മറ്റേ സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ടൈലല്ലടാ എന്താ ബാംഗ്ലൂർ സ്റ്റോൺ, അതിടണമെന്നാണ് ആഗ്രഹം. ഇത് ഈ കണ്ട സ്ഥലം മുഴുവൻ ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ട് വരുമ്പോൾ വേറൊരു വീട് പണിയുള്ള കാശാവെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളവിടെ അങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടെയൊക്കെ ഇങ്ങനെ എനിക്ക് സെറ്റാക്കി ഇടണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. നല്ല ഇങ്ങനെ ബ്ലാക്കും റെഡൊക്കെ കളർന്നിട്ടുള്ള നമ്മുടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ സെറ്റാക്കണം എന്നാണ് ആഗ്രഹം. അങ്ങനെ 4 മണിയായപ്പോൾ ചേട്ടന്മാർക്ക് ഇന്ന് ഒന്നും ഉണ്ടാക്കാനൊന്നും സമയം കിട്ടിയില്ല. നമ്മൾ ബ്രെഡും ജാമും അതുപോലെ തന്നെ കട്ടൻ കാപ്പിയാണ് കൊടുത്തത് കേട്ടോ. ആഗ്രഹത്തോടെ ഞാൻ പെയിന്റ് അടിക്കാന്ന് വിചാരിച്ചിരുന്നു. അച്ഛൻ വന്ന് കയ്യേറി എന്റെ വേണമോ? വേറെ ഒന്നും കൂടി അല്ല, ഇത് നിങ്ങൾക്ക് രണ്ടാൾക്ക് അടിക്കാനുള്ളതുള്ളൂ. പിന്നെ നമ്മുടെ പുത്രനും രണ്ടാൾക്കും നല്ല ഇഷ്ടമുള്ള പരിപാടിയാണ്. ഇത് കഴുകി അടിച്ചോര് കഴുകി വെക്കും, പപ്പയുടെ പപ്പ കഴുകി വെക്കും, ശ്രീകുട്ടൻ കഴുകി. പപ്പയുടെ വേണമെങ്കിൽ പിന്നെ പപ്പയല്ലേ എന്ന് ചോദിച്ചാൽ അമ്മ വേണമെങ്കിൽ കഴുകി വെക്കാം. ഞാൻ എന്റെ മോനല്ലേ അമ്മയ്ക്ക് കഴിക്കാം. നല്ല പൂക്കളുണ്ടാവുന്ന ഓർക്കിഡുകൾ ഇനി ആ മരത്തുമ്മ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാവൂലേ. പിന്നെ അടുത്ത പണി അതുമ്മ ആയി തുപ്പിയോള് പറക്കണൊക്കെ അച്ഛാ, അറച്ച് തുമ്പിയോള് നോക്കച്ചാ. മോളിൽ ഒരു പരുന്ത് പറക്കണ കണ്ടച്ചാ. ഇന്നലെ വരെ അച്ഛന് ചേച്ചിയുടെ അടുത്തായിരുന്നു പണിയിട്ടാ. ഇന്നലെ ചേച്ചിയുടെ മുറ്റം വെടുപ്പാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പണി. ഇന്നിപ്പോ അച്ഛൻ അവിടെ ഷെഡ് പൊളിക്കാനുള്ള കാരണം കൊണ്ട് അങ്ങോട്ട് വന്ന, അല്ലെങ്കിൽ അങ്ങോട്ട് പോയാനല്ല അച്ഛാ. കഴിഞ്ഞാ മുറ്റൊക്കെ അടിപൊളിയായില്ലേ. നമ്മുടെ വീടിൻ്റെ ഏറ്റവും അധികം നേരം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ബാക്ക് സൈഡ് ഈ ഒരു ഏരിയ ആണ് കേട്ടോ. കാരണം മിക്കതും ചേട്ടന്മാർ ഇവിടെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. ഞാനും ഇവിടെ മിക്കതും ചേച്ചിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചിമാരെ കൂടെ ഞാനും ഇവിടെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. ചേട്ടന്മാരൊപ്പം ഇരിക്കാറില്ല, അങ്ങനെ അവർ കഴിച്ചിട്ട് പോവാണ് ചെയ്യാറുള്ളത്. ചേച്ചിമാരുണ്ടെങ്കിൽ എന്നെ വിളിക്കും, വാടി മോളെ ഞങ്ങളുടെ കൂടെ കഴിക്കാടി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അവരെ കൂടി ഇരുന്ന് കഞ്ഞി കുടിക്കലും ചോറിനുള്ളും ഒക്കെ കൂടിയാണ് കേട്ടോ. ആ പാത്രമല്ല അവിടെ ഇരുന്ന് നോക്കുമ്പോൾ നമുക്ക് നേരെ കാട് കാണുകയും ചെയ്യാം. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഈ കാടാണ് എന്നെ ഇവിടെ ഇങ്ങനെ പിടിച്ച് നിർത്തണേന്നുള്ളത്. അങ്ങനെ നമ്മുടെ പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞ് സെറ്റപ്പായി കുട്ടപ്പനായി വന്നപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ നമ്മുടെ ചുമരുമൊട്ടിക്കുന്ന നമ്മുടെ പണ്ടത്തെ പരിപാടി ഉണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര ബോറായിട്ട് ചിലർക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇത്രയും നല്ല പരിപാടികൾ ചെയ്തു വെച്ചിട്ട് അതും അവളോരേ കാര്യം ചെയ്തു വെച്ച് വെക്കണം എന്നൊക്കെ ചേച്ചിമാർ കമൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, ആ സാധനത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. അൺഫോർച്ചുനേറ്റ്ലി ആ സംഭവം നമ്മുടെ മതിലുമൂട്ടുണ്ടായിരുന്നില്ലേ, മതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തറയമൂട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ ഇന്നത്തെ കുറച്ച് ക്ലീനിങ് പരിപാടികൾ തുടരും. ഈ ഒരു വശം നമ്മൾ ഫുള്ള് വൃത്തിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാവാം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ എന്താ പറയുക, ഉണ്ട പാത്രം കഴുകാത്തവരാണ് ഉപയോഗിച്ച ആയുധങ്ങൾ കഴുകാണ്ട് പോകാമെന്നൊരു ചൊല്ലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിൽ കുറച്ച് നമ്മൾ വേഗ റോസൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇങ്ങനത്തെ ഒരു ഹണി ഇങ്ങനെ എന്താ പറയുക കുഞ്ഞു പൂക്കളുണ്ടാവുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ അവിടെ നട്ടിട്ടുണ്ടായിരുന്നു. അത് ഒക്കെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നമ്മളിങ്ങനെ കുറച്ച് വൃത്തികേടായിട്ട് കിടക്കായിരുന്നു കേട്ടോ. അപ്പം അച്ഛൻ വന്ന് ഇതാക്കി തരിക ചെയ്തത്. പുല്ല് പൂവാനുള്ള മരുന്ന് തെളിക്കാറുണ്ട് നമ്മൾ. പക്ഷേ അവിടെ കുറേ ചെടികൾ നിൽക്കുന്ന കാരണം കൊണ്ട് അതുമ്പോൾ തെളിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതും കൂടെ കരിഞ്ഞു പോകുന്നുള്ള കാരണം കൊണ്ട് നമ്മളിവിടെ ചെത്തിക്കൂട്ടാണ് ചെയ്തത്. അച്ഛനപ്പോൾ ചെത്തിക്കൂട്ടി. പിന്നെ അവിടെ വലിയൊരു തുളസിയുടെ കട നിൽക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല വേറെ കുറച്ച് ചെടികളും പിന്നെ ഫാഷൻ ഫ്രൂട്ടും നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും 5 മണിയായി. ചേട്ടന്മാർ ഇതാ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ചേട്ടന്മാർ പണി കഴിഞ്ഞ് വന്ന് ഇവിടെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നാളത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. അപ്പോഴേക്കും രമേശ് ചേട്ടൻ ആ പാത്രം നമ്മൾ മരുന്നടിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അപ്പോഴാണ് ഭാഗ്യം വന്ന് തറ
ഒന്ന് ഇരുന്ന് നോക്കാമെന്ന് പറഞ്ഞത്. മോനെ അടിപൊളിയായിട്ടല്ലോ എന്ന് ആ പറയച്ചല് തന്നെ ഭയങ്കര സന്തോഷം നമുക്ക് ഫീൽ ചെയ്യും. ഇതൊക്കെ ഇല്ലേ നമ്മുടെ വീട്ടിൽ, നമ്മുടെ ജീവിതത്തിലത്തെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇതിനേക്കാളും വലിയ സന്തോഷമുള്ള കാര്യങ്ങൾ ഉണ്ടാവും, പക്ഷെ എനിക്കിതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം. ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഹൈ ഡീ സൂപ്പറായിട്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ ഞാൻ അങ്ങടെ ആകാശത്തേക്ക് എത്തും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ വലിയ വലിയ സന്തോഷമൊന്നുമില്ലേ. അപ്പോൾ ഞാൻ ഫൈനലി അത് അവിടെ ഒട്ടാണ്ടായപ്പോൾ എന്ത് ചെയ്തു, ഇത് 2 എടുത്ത് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഇവിടെ ഒട്ടിച്ചു. ഇവിടെ അതിനെ ഒട്ടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് അവിടെ അങ്ങനെ ഇരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. ഇപ്പം അവിടെ അങ്ങനെ പൂക്കളും നിറഞ്ഞ വൃന്ദാവനവും നിറച്ച് പൂമ്പാറ്റകളും ഒക്കെ ആയിട്ട് എന്താണെന്നറിയില്ല, അവിടെ ഭയങ്കര ഭംഗിയായി ആ ഒരു സ്ഥലത്തിൽ. അങ്ങനെ പൂമ്പാറ്റകൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീകുട്ടൻ വന്നത്. ശ്രീകുട്ടൻ പറഞ്ഞു അമ്മേ ഇത് ഞാൻ ഒട്ടിച്ചോളാം അമ്മേ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവൻ്റെ കയ്യിൽ അങ്ങോട്ട് ഏൽപ്പിച്ചു. അങ്ങനെ കുറേ പൂക്കളും പൂക്കളിൽ നിന്ന് പറന്നു പോകുന്ന പൂമ്പാറ്റകളും ആയി നമ്മുടെ അലക്കുന്ന സ്ഥലം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അച്ഛൻ കുറച്ച് പുല്ലൊക്കെ ചെത്തിയിട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ വാരിക്കൂട്ടി നമ്മുടെ അപ്പുറത്തെ പറമ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ പറമ്പ് തന്നെ, അപ്പുറത്തെ പറമ്പല്ല. പണ്ടായിരുന്നു നമ്മുടെ തരൂർ വീട്ടിലുള്ളപ്പോൾ തൊട്ടപ്പുറത്തൊരു പറമ്പുണ്ടായിരുന്നു, അത് നമ്മുടെ പറമ്പല്ല, അവിടെ ആരും ആൾ താമസമുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനെല്ലാം കൂടി വാരിക്കൂട്ടി അപ്പുറത്തേക്കാണ് ഇടാറ് കേട്ടോ. അത് അവിടെ കിടന്ന് ഇങ്ങനെ ഉണങ്ങിപ്പോവും. ഞങ്ങൾ കുറേ ആൾക്കാർ, ഒരു 5-6 വീട്ടുകാരെല്ലാം കൊണ്ടുവന്ന് അവിടേക്ക് ഇടുക. അവിടെ ഇപ്പോൾ വീടൊക്കെ വന്നാവോ, തലൂർ വീട് വല്ലാണ്ട് മിസ് ചെയ്യണു ഈ ഒതുക്കം കണ്ടപ്പോൾ എനിക്ക്. അങ്ങനെ ഫൈനലി ഇതേ നമ്മുടെ ഇപ്പോൾ ശ്രീകുട്ടൻ്റെ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. ശ്രീകുട്ടൻ്റെ വിക്ടറി ഒക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ അത് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കുറച്ച് ഏതെങ്കിലും വൃത്തികേടായിട്ടുള്ള ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ മേടിച്ച് ഒട്ടിച്ച് കുറച്ച് നാളൊക്കെ നമുക്ക് ഉന്തിത്തള്ളി മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സൈഡിലും കൂടി ഒട്ടിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ഓവറാക്കണ്ട, ചിലപ്പോൾ നിങ്ങളെന്നെ ചീത്ത പറയും. അത് കാരണം എനിക്ക് ഭയങ്കര സങ്കടമാണ് നിങ്ങളെന്നെ ചീത്ത പറയുമ്പോൾ. ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അറിയില്ലായ്മോട് ചെയ്യുന്നതായിരിക്കും, എന്നാലും നിങ്ങൾ എന്നോട് ചീത്ത പറയുമ്പോൾ ചോദിക്കും അയ്യോ ചെയ്യണ്ടായിരുന്നു, വെറുതെ ചേച്ചിമാരെ എന്ന് ചീത്ത കിട്ടും. കൂടുതലും ചേച്ചിമാരാണ് ചീത്ത പറയുന്നത് കേട്ടോ. ചേട്ടന്മാരില്ല എന്നല്ല, ചേട്ടന്മാർ പക്ഷെ ചീത്ത പറയൽ കുറവാണ്. ചേച്ചിമാരാണ് എന്നെ വഴക്ക് പറയുന്ന ആൾക്കാർ. പക്ഷെ എനിക്ക് സന്തോഷമാണ് കേട്ടോ, അതിൽ നിന്ന് ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അല്ലേ. ഭാഗ്യത്തിന് അതിന് വലിയ വെയിറ്റ് ഉണ്ടായിരുന്നില്ല ആ മരത്തിന്, അത് അച്ഛൻ്റെ മേത്തേക്കാണ് വീണു. തലയിലേക്ക് വേണമെങ്കിൽ ഇത്തിരി കൂടി വേനെടുത്തേനെ, പക്ഷെ ഒന്നും ഉണ്ടായില്ല കേട്ടോ. അതിന് മരത്തിന് വലിയ വെയിറ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് ഒന്നും പറ്റിയില്ല, ഞാൻ പേടിച്ചു. അപ്പോൾ നമ്മുടെ ഈ ഒരു കാട് പിടിച്ച ഏരിയ അച്ഛൻ വൃത്തിയാക്കി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൊത്തത്തിലൊന്ന് അടിച്ചു വാരി ഇട്ടാൽ മതി. പിന്നെ കുറച്ച് പുല്ല് പറിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചിമാർ ഇവിടെ പണിക്ക് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പറിച്ച് വൃത്തിയാക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു പണിക്ക് വരുന്നില്ല, കുറേ നാളായിട്ട് പണിക്ക് വരുന്നില്ല. ചേട്ടന്മാർക്കുള്ള പണികളാണ് കൂടുതലുള്ളൂ. ഇപ്പോൾ ചേട്ടന്മാർ പണിക്ക് നിൽക്കുമ്പോഴേ പെട്ടെന്ന് കഴിയുന്നുണ്ട് അവരുടെ പണികളൊക്കെ. ചേച്ചിമാരാകുമ്പോൾ വളം ഇട്ട് കൊടുക്കലും കാര്യങ്ങളും ഒക്കെയാണ്. ചേട്ടന്മാർ പെട്ടെന്ന് ചെയ്തു പോകുന്ന കാരണം കൊണ്ട് അവർക്കൊരു നാക്ക് ഉണ്ടല്ലോ, ഒരു കൂട്ടായിട്ടാണ് വരിക, 3-4 ആൾക്കാരായിട്ടാണ് വരിക. അവരത് പണികൾ ചെയ്ത് പോകുന്ന കാരണം കൊണ്ട് ഇപ്പോൾ ചേച്ചിമാർക്ക് വലിയ പണിയില്ല ഇവിടെ. പിന്നെ ശാന്തമ്മയാണ് വരാറുള്ളത്. ശാന്തമ്മ നമുക്ക് വീട് വൃത്തിയാക്കി തരാനല്ല വരാറുള്ളത്. അപ്പോൾ ശാന്തമ്മ ഇപ്പോൾ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മുടെ ക്ലീൻ ക്രൂ വന്ന് സെറ്റാക്കി തന്ന കാരണം കൊണ്ട് ഇപ്പോൾ 2 ആഴ്ചയായിട്ട് വീട് നല്ല വൃത്തിക്കാണ് കിടക്കുന്നത്. ഞാൻ എന്നും അടിച്ചു വാരി തുടച്ചൊക്കെ ഇടും. അപ്പോൾ ശാന്തമ്മയ്ക്കുള്ള പണിയില്ല. ഫൈനലി ഈ കാണുന്ന കോലത്തിലെത്തി നമ്മുടെ വീടിൻ്റെ ബാക്ക് വശം. നമ്മൾ പഠിച്ചു വരുന്ന സൈഡ് പോലെ ഇവിടെയും കൂടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായേനെ. ഈ സൈഡിൽ കുറച്ചും കൂടി പുല്ലൊക്കെ ആകെ വൃത്തികേടായിട്ട് കിടക്കാതെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാത്തത് കേട്ടോ. പിന്നെ മെറ്റലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അടിച്ചൊതുക്കി വൃത്തിയാക്കിയിട്ടുണ്ട് ഞാൻ. മഴ പെയ്തു തുടങ്ങി, ഞങ്ങളുടെ നല്ല പരിപാടി കഴിഞ്ഞു. അച്ഛൻ പോവാ, അച്ഛൻ വന്നാറുണ്ട് ഇവിടെ വൃത്തിയായി. ബാക്കിയുള്ളവർക്കൊക്കെ ഓരോരോ ദിവസങ്ങളായിട്ട് അടിച്ചു വാരി വൃത്തിയാക്കി വരാം. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് അടിച്ചു വാരി വട്ടെത്തുമ്പോൾ വീണ്ടും അപ്പുറത്തെ സൈഡ് ആക്കാറാവും, റൗണ്ടാ ഇങ്ങനെയാ. പക്ഷെ ഇത് നല്ല ഭംഗിയായില്ലേ നമ്മുടെ ഈ ഒരു തറ. അതങ്ങനെ ഇരുന്ന് നമുക്ക് ഇനി ഭക്ഷണം കഴിക്കാം, നമ്മുടെ കാടിന്റെ ഭംഗി കാണാം. ഇതിങ്ങനെ സാധനങ്ങൾ അന്ന് കൊണ്ടുവന്നാൽ ചവിട്ടിണ്ടല്ലോ, അത് നമ്മൾ കയറ്റിയിട്ടിട്ടേ നിറച്ച് ഒച്ചിട്ട് പറയാ. ഞങ്ങളുടെ ഞാഞ്ഞൂലെന്ന് പറയില്ലേ, ഞാഞ്ഞൂലെന്ന് പറയുമായിരുന്നു. ഞാഞ്ഞൂള് പോലെ ഇരിക്കണുള്ള സാധനം അവളുടെ വായലനാക്ക് എന്നെ പണ്ട് ആൾക്കാർ പറയാറുണ്ട് എന്നോട്. അവിടെ ഭയങ്കര വായലനാവാണെന്ന് ഇപ്പോഴും ഉണ്ട് കേട്ടോ. വായലനാവോടെ ഞാൻ ജീവിക്കുന്നത് തന്നെ, ശരീരം ഇല്ല. അപ്പം അച്ഛൻ പോവാൻ നിൽക്കാട്ടാ, നടുവേദനയൊക്കെ ആയിരുന്നു അച്ഛന്. ആ മോളുടെ അടുത്തുനിന്ന് പണി കഴിഞ്ഞ് വന്ന് ഈ മോളുടെ അടുത്ത് പണി ചെയ്തു. അച്ഛൻ ഇങ്ങനെ പണി ചെയ്ത് അച്ഛൻ്റെ ജന്മം ഇങ്ങനെ തീരുവയ്ക്കാം. 90 വയസ്സ് വരെ എന്നെ അച്ഛൻ പണിയെടുക്കട്ടെ എന്നാണ് ആഗ്രഹം. പണിയെടുത്തുകൊണ്ടിരിക്കലേ മരിച്ചു പോകണം എൻ്റെ ആഗ്രഹം അതച്ചാ. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാ,
120 വയസ്സ് വരെ പണിയെടുക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ അച്ഛനങ്ങനെ ആഗ്രഹം ഉണ്ടാ? അച്ഛന് എത്ര വയസ്സ് വരെ ജീവിക്കണം എന്നാണ് അച്ഛൻ ആഗ്രഹം? സൂക്കേടില്ലാണ്ട് അച്ഛൻ എത്ര നാള് വേണമെങ്കിലും ജീവിക്കണം, വലിയ കുഴപ്പമൊന്നുമില്ല. അച്ഛൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ? നിങ്ങൾ കേട്ടോ? അച്ഛൻ പറഞ്ഞത് മരണം വരെ ഇങ്ങനെ ജോലി എടുത്തുകൊണ്ടിരിക്കണം എന്നാണ് അച്ഛൻ്റെ ആഗ്രഹം എന്ന്. അപ്പം ഞാൻ പറയുകയാണ് അച്ഛൻ്റെ അടുത്ത്, അച്ഛാ അതായത് ഒരു 10-120 വയസ്സ് വരെ ജോലി എടുക്കണം, കഴിവുണ്ടാവണം എന്നല്ലേ ആഗ്രഹം എന്നുള്ള കാര്യം. എനിക്ക് അങ്ങനെയാണ് കേട്ടോ, എനിക്ക് മരിക്കാൻ ഭയങ്കര പേടിയാണ്. അങ്ങനെ ഞങ്ങൾ പരിപാടികളൊക്കെ കഴിഞ്ഞതാ പപ്പക്കായും കൂടി പൊട്ടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. അച്ഛൻ ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പപ്പയ്ക്ക് കൊമ്പും ചില്ലയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അത് അച്ഛൻ അതൊക്കെ വെട്ടി തന്നു. പിന്നെ കുറച്ച് പപ്പക്കായ നമുക്കുള്ളതും അയൽപ്പക്കത്തേക്കുള്ളതും ഒക്കെ സെറ്റാക്കി അച്ഛൻ ദാ പോവാൻ നിൽക്കുകയാണ്. പപ്പക്കായ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു കോലം കൊണ്ടാണ് കുത്തി പൊട്ടിക്കുക. അതിൻ്റെ ഒരു കളർ കണ്ട അങ്ങനെ ചുമന്നിരിക്കും റെഡ് ലേഡി. ഇതിന് കാരണം കൊണ്ടാണ് ഇതിനെ റെഡ് ലേഡി എന്ന് വിളിക്കണമെന്ന് തോന്നുന്നു. അത് അച്ഛൻ അങ്ങനെ പോവാറായി. ടാറ്റാ. ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് കൂടെ അവസാനിക്കുകയാണ് കുട്ടികളെ. പൂവുണ്ടപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് വീഡിയോ എടുത്തത്. നാളെ മമ്മ വരും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കൂടെ അവസാനിക്കുകയാണ്. ഇനി കുളിച്ച് ക്യാമറ മേടിക്കാൻ പോക്കും കാര്യങ്ങളും സാധാരണ ഡിന്നർ കഴിക്കലും ശ്രീകുട്ടനെ പഠിപ്പിക്കലും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. തുണികൾ തോരിടാണ്ട് അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് ഇനിയും. അപ്പോൾ നമുക്ക് നാളത്തെ വിശേഷങ്ങളായിട്ട് മറ്റന്ന് കാണാം. ടാറ്റ. അച്ഛനമ്മയൊക്കെ വീട്ടിൽ വന്നിട്ട് പോകുമ്പോഴേ ഭയങ്കര സങ്കടമാണല്ലേ. ഇച്ചിരി നേരത്തേക്കാണെങ്കിലും 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും കാണുന്നുണ്ടെങ്കിൽ എന്താണെന്നറിയില്ലേ, എവിടെയോ ഇങ്ങനെ നമ്മുടെ ഹൃദയം അറിയാണ്ടൊന്ന് 2-3 വട്ടം കൂടുതൽ ഇടിക്കണ ഒരു ഫീലാണ്. ദാ അച്ഛൻ പോകുന്നു. നമ്മുടെ ക്യാമറയൊക്കെ ശരിയാക്കി വന്നപ്പോഴേക്കും ദാ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് യൂണിഫോമൊക്കെ ശ്രീകുട്ടൻ്റെ കഴുകാനുണ്ടായിരുന്നു. അത് ഞാൻ കല്ലിലിട്ട് നന്നായിട്ട് ഉരച്ചിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഡ്രൈ ചെയ്തെടുക്കാറാണ് പതിവ്. അങ്ങനെ ഒരു ദിവസത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ. ഒരു അടിപൊളി ദിവസമായിരുന്നല്ലേ. അങ്ങനെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വിശേഷങ്ങളായിട്ട് ബാക്കിയുള്ള ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സ്നേഹപൂർവ്വം, ശ്രീജ.